ചേട്ടാ രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? എടാ മോനെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതൊരു മിക്സഡ് വ്ളോഗാണ്. ഒന്ന് എൻ്റെ മേക്ക് ഓവർ വ്ളോഗ്. ഞാനൊരു ബർത്ത്ഡേ ഫങ്ഷന് പോവുകയാണ്. ആ ഫങ്ഷൻ കഴിയുമ്പോൾ മിഡ് നൈറ്റ് ആകും. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ പോവുകയാണ്. അത് കഴിഞ്ഞാലുടനെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് വ്ളോഗാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു മേക്ക് ഓവറിൻ്റെ വീഡിയോയും കൂടിയാണ് ഇത് കേട്ടോ. നിങ്ങൾ ചിലരൊക്കെ എന്നോട് എൻ്റെ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് കുറേ കമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ എനിക്ക് തന്നെ ചെയ്യാനാണ് ഞാൻ കംഫർട്ടബിൾ. അപ്പോൾ അതിൻ്റെ ഫൈനൽ കംപ്ലീഷന് വേണ്ടി മാത്രമേ ഞാൻ പിള്ളേരുടെ അടുത്ത് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫൈനൽ കംപ്ലീഷൻ എൻ്റെ മേക്ക് ഓവറിൻ്റെ ചെയ്യുന്നത് മെറിയാണ്. അവൾ ശരിക്കും നന്നായിട്ട് ചെയ്തതെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഫൈനൽ സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ജ്വല്ലറീസൊക്കെ ഇട്ട് ബാക്കി ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ മേക്ക് ഓവർ. എങ്ങനെയുണ്ട്? ഒരു ബർത്ത്ഡേക്ക് പോകാനായിട്ടുള്ള മേക്കപ്പാണ്. എനിവേ ഇപ്പം നമ്മൾ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുന്ന ഹാളിനകത്ത് എത്തിയിട്ടുണ്ട്. ഇനിയും ഇന്നത്തെ പ്രോഗ്രാം ചെറിയ പ്രോഗ്രാമുണ്ട്. അത് ഹോസ്റ്റ് ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഷിമിൻ്റെയും സുമിയുടെയും കുഞ്ഞായ മിഹലിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയാണ്. ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നല്ലേ. പ്രത്യേകിച്ചും അത് നമ്മുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ബിഗ് ബോസ് കാണുന്ന ആരൊക്കെയുണ്ട്? 65 ദിവസം രാവിലെ 6:30. താങ്കൾ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. അവിടെ ഇരിക്കുന്ന പെട്ടിയെടുത്ത് സെറീനയെ ഏൽപ്പിക്കുക. അതാണ് നിങ്ങളുടെ ഡെയിലി ടാസ്ക്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രമേശ് പിഷാരടി. ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാരൻ എന്നാണ് പറയാൻ മലയാളികൾ. ഞാൻ ധർമ്മേനൊക്കെ പരിപാടിക്ക് ദേശീയക്ക് ദുബായി പോയി കണ്ടപ്പോ ധർമ്മയില്ല ചുമ്മാ ഓടി നടക്കാണ്ടപ്പം സംഘയുടെ ധർമ്മജ ചുമ്മാ വയ്ക്കുവാണ് ഒരു പൂര അവതരിപ്പിക്കാൻ. ധർമ്മേനെ ഭയങ്കര സന്തോഷമായി. ധർമ്മേനെ ഓടി ചെന്നൊരു പരിപാടി വിളിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങേണ്ടപ്പോ എനിക്കെന്നെ ഇഷ്ടം പറയൂ. എനിക്ക് വീട്ടിൽ പറ്റില്ലെന്നേ. വീട്ടിൽ പറയുന്നു എനിക്ക് നിന്നെ വിട്ടിച്ചു പോകാൻ പറ്റില്ല. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോളെ. താങ്ക് യു. ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മിഡ് നൈറ്റ് ആയതാ. കാറിൽ വെച്ച് തന്നെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ നടത്തി കഴിഞ്ഞു. കേക്കൊക്കെ കട്ട് ചെയ്ത് കാറിൽ വെച്ച്. ഇതാണ് എൻ്റെ അടുത്ത സർപ്രൈസ്. എന്നോട് അവർ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് താഴോട്ട് വരണമെന്ന് പറഞ്ഞു. മോൻ എൻ്റെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് താഴെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ശരിക്കും ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. അവരെല്ലാം അറേഞ്ച് ചെയ്ത് നമ്മളുടെ കേക്കും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങനെ എന്നെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. പിള്ളേർക്കെല്ലാം കേക്ക് കൊടുത്തു. ജോസ്റ്റാനില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടിയാണ്. ഇനിയിപ്പം നമ്മുടെ തേർഡ് പാർട്ടി ഉണ്ട്. ജോസ്റ്റാനും ബാക്കി ഫാമിലി മെമ്പേഴ്സും ഒക്കെ കൂടി. അത് സാറ്റർഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ ഗിഫ്റ്റുകളെല്ലാം തന്നു. എൻ്റെ മൈക്കൊന്ന് കേടായിരുന്നു. കാരണം എൻ്റെ സൗണ്ടിൽ ഒരു ഇച്ചിരി പതർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് അവർ പുതിയൊരു മൈക്ക് സെറ്റൊക്കെ എനിക്ക് ഓർഡർ ചെയ്തിരുന്നു, വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറേ ഡ്രസ്സുകളാണ് എനിക്ക് കിട്ടിയത്. ഡ്രസ്സെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, മൈക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡോർബെൽ അടിക്കുന്നത് കേട്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അടുത്ത സർപ്രൈസ് അവിടെ. Happy birthday. Oh, thank you. Thank you so much. Thank you. Okay. It was me who called you, by the way. Oh, it was you. Yeah. You stay with me. Thank you. I've got to go because I'm blocking your lane. No worries, you go. Take care. Thank you. you. See you soon. Bye. അപ്പോൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എനിക്ക് അയച്ച ഫ്ലവറാണിത്. അവർക്കറിയാം എനിക്ക് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണെന്ന്. ഫ്ലവർ എൻ്റെ വീട്ടിൽ കാണണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 30 ദിവസം ഞാൻ കഴിയുമെങ്കിൽ ഫ്ലവർ വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഫ്ലവറൊക്കെ കിട്ടി. നല്ല ഫ്ലവറാണ്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ വലിയൊരു താങ്ക് യു സോ മച്ച് ഫോർ